ഹലോ എവ്രി വൺ, നമ്മളിന്ന് ലിറ്റററി തിയറിയിലെ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ലിബറൽ ഹ്യൂമാനിസം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ 10 ടെൻഡൻസും നമ്മൾ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊപ്പം ടെക്സ്റ്റ് നിവർത്തി വെക്കുക. ടെക്സ്റ്റ് നിവർത്തി വെച്ചാൽ മാത്രം പോരാ, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പോയിന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ലിബറൽ ഹ്യൂമാനിസം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ലിബറൽ ഹ്യൂമാനിസം? Liberal humanism can be defined as a philosophical and literary movement in which man and his capabilities are the central concern. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? മാൻ ആൻഡ് ഹിസ് കാപ്പബിലിറ്റീസ്. ഈ ലിബറൽ ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ അതുപോലെ ഒരു ലിറ്റററി മൂവ്മെന്റ് ആണ്. ഇതില് മാൻ ആണ് മെയിൻ കൺസേൺ. മെയിൻ ഇമ്പോർട്ടൻസ് ആർക്കാണ്? മാനാണ്. അതുപോലെ ആൻഡ് ഹിസ് കാപ്പബിലിറ്റീസ് പറഞ്ഞ കഴിവ്, മനുഷ്യന്റെ കഴിവുകൾക്കുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ആ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും അദ്ദേഹത്തിന്റെ ഓരോ കഴിവുകൾക്കും അവരുടെ അധികാരത്തെ ഉയർത്തി കാണിക്കുകയും അതിന് ഇമ്പോർട്ടൻസ് നൽകുകയാണ് ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം ചെയ്യുന്നത്. Liberal humanism can be described as a critical approach to literature which exists before the literary theory. ലിബറൽ ഹ്യൂമാനിസം ലിറ്ററേച്ചറിൽ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് ആയിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് ലിറ്റററി തിയറിയുടെ മുന്നേ തന്നെ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് ആയിരുന്നു ഇത്. പീറ്റർ ബാരി, ദ ഓഥർ ഓഫ് ഫേമസ് ബുക്ക് ബിഗിനിങ് തിയറി, ഡിസ്ക്രൈബ് ദ ലിബറൽ ഹ്യൂമാനിസം ആർ തിയറി ബിഫോർ തിയറി. പീറ്റർ ബാരിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഒരു ബിഫോർ തിയറി. ആ ഒരു ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു ലിബറൽ ഹ്യൂമാനിസത്തെ പറ്റിയിട്ട് അദ്ദേഹം ആ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അതിലെ തിയറി ബിഫോർ തിയറി എന്ന് പറയുന്നുണ്ട്. അതായത് തിയറിക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു തിയറി ബിഫോർ തിയറിയാണ് ഈ ഒരു ഹ്യൂമാനിസം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ലിബറൽ ഹ്യൂമാനിസത്തെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി. ഒന്ന് ഏതാണ്? ലിബറൽ ഹ്യൂമാനിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ philosophical and literary movement in which man and his capabilities are central concern. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് മനുഷ്യന്റെ കഴിവുകൾക്കുമാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുപോലെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ലിബറൽ ഹ്യൂമാനിസത്തെ കുറിച്ച് ചോദിച്ചാൽ ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ് ഇതാണ് കേട്ടോ. പിന്നത്തെ പോയിന്റ് എന്താ? ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് എ ക്രിട്ടിക്കൽ അപ്രോച്ച് ടു ലിറ്ററേച്ചർ വിച്ച് എക്സിസ്റ്റ് ബിഫോർ ലിറ്റററി തിയറി. അതായത് ലിറ്റററി തിയറിയുടെ മുന്നേ നിലനിന്നിരുന്ന ഒരു തിയറിയാണ് ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന കേസ് എന്താ? പീറ്റർ ബാരി അദ്ദേഹത്തിന്റെ ബിഫോർ തിയറി എന്ന് പറയുന്ന ഒരു ബുക്കിലെ ഈ ഒരു തിയറി ബിഫോർ തിയറി എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി എങ്ങനെയാണ് പീറ്റർ ബാരി അദ്ദേഹത്തിന്റെ ബുക്കിലെ തിയറി ബിഫോർ തിയറി എന്ന് എങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ഒന്ന് നോട്ട് ചെയ്തോട്ടോ. Liberal humanism was the critical approach to the literature which existed from very beginning of the literary studies up to the advent of theory. That is the reason why liberal humanism is called theory before theory. എന്തുകൊണ്ടാണ് പീറ്റർ ബാരി അദ്ദേഹത്തിന്റെ ബുക്കിലെ തിയറി ബിഫോർ തിയറി ആണ് ലിബറൽ ഹ്യൂമാനിസം, അതായത് ഇവിടെ ലിറ്റററി തിയറിയുടെ മുന്നേ എക്സിസ്റ്റ് ആയ ഒരു തിയറിയാണ് ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം എന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു ബുക്കിൽ എഴുതി വെച്ചത്? കാരണം എന്താണ്? തിയറി എമർജ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ലിറ്റററി സ്റ്റഡീസ് ബിഗിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ലിബറൽ ഹ്യൂമാനിസം എന്നാണ് പറയുന്നത്. ഒരു ലിറ്ററേച്ചറിന് ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിലൂടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയാണ് ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ഒരു ലിറ്ററേച്ചറിനെ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിലൂടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു തിയറി ആയിട്ടാണ് ലിബറൽ ഹ്യൂമാനിസത്തിന് അദ്ദേഹം ഈ ഒരു ബുക്കിൽ പറയുന്നത്. The term liberal humanism became popular in 1970s as a way of referring to the kind of criticism which existed before the literary theory. അപ്പോൾ ഈ ഒരു ടേം ലിബറൽ ഹ്യൂമാനിസം പോപ്പുലർ ആയ ഇയർ ഏതാ? 1970s. ഒരു കൈൻഡ് ഓഫ് ക്രിറ്റിസിസം എന്ന രീതിയിലായിരുന്നു ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം ഉണ്ടായിരുന്നത്. വിച്ച് എക്സിസ്റ്റഡ് ബിഫോർ ലിറ്റററി തിയറി, അതായത് ലിറ്റററി തിയറിയുടെ മുന്നേ എക്സിസ്റ്റ് ആയിരുന്നതാണ്. 1970s ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം പോപ്പുലർ ആയത്. ലിബറൽ ഹ്യൂമാനിസം റിഫേഴ്സ് ടു ദ അപ്രോച്ച് ടു ലിറ്ററേച്ചർ ഫ്രം ദ ഇറ ഓഫ് പ്ലാറ്റോ ടു ന്യൂ ക്രിറ്റിസിസം. അതായത് ലിബറൽ ഹ്യൂമാനിസം നമ്മുടെ ഒരു പ്ലാറ്റോന്റെ ആ ഒരു ഏജ് മുതലേ ന്യൂ ക്രിറ്റിസിസം വരെ, അതെന്ന് വെച്ചാൽ ഏർലി 20s മുതൽ ഒരു തിയറി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതലേ ഉള്ളതാണെന്നാണ് പറയുന്നത്. ലിബറൽ ഹ്യൂമാനിസം സ്റ്റുഡ് ഫോർ ദ യൂണിവേഴ്സൽ ഹ്യൂമറ്റേറിയൻ വാല്യൂ സിസ്റ്റം.
അതായത് എന്തിനായിരുന്നു ഈ ഒരു ലിബറൽ ഹ്യൂമാനിസം നിലനിന്നിരുന്നത്? എന്തിനാ? യൂണിവേഴ്സൽ ഹ്യൂമിറ്റേറിയൻ വാല്യൂ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ലിബറൽ ഹ്യൂമാനിസം നിലനിന്നിരുന്നത്. ലിബറൽ ഹ്യൂമാനിസം സ്റ്റുഡ് ഫോർ ദ യൂണിവേഴ്സൽ ഹ്യൂമനിറ്റേറിയൻ വാല്യൂ സിസ്റ്റം. അതായത് ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻ കൈൻഡ്സ്, ഒരു മനുഷ്യന്റെ വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിയറി ആയിരുന്നു ഒരു ലിബറൽ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ലിബറൽ ഹ്യൂമാനിസം ഹാഡ് ദ ഹൈ ടൈം ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ബ്രിട്ടീഷ് കോളനിസം ഓൾ ഓവർ ദ വേൾഡ്. അതായത് ബ്രിട്ടീഷ് കൊളോണിയസത്തിന്റെ ആ ഒരു പീരീഡിലായിരുന്നു ഈ ഒരു ലിബറൽ ഹ്യൂമാനിസത്തിന് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായിരുന്നത്. ഹൈ ടൈം ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിസം all over the world. As a result, the essence of universalism, they spread over the colonial countries and all over the world, was a British upper class value system. All over വേൾഡിലും ഇതിന്റെ വാല്യൂസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അവരെന്തൊക്കെ വാല്യൂസ് ആണ് സ്പ്രെഡ് ചെയ്തത്? അതായത് അപ്പർ ക്ലാസ് വാല്യൂസ്, ഒരു ബ്രിട്ടീഷിന്റെ അപ്പർ ക്ലാസ് വാല്യൂസ് അതൊക്കെയായിരുന്നു അവർ സ്പ്രെഡ് ചെയ്ത് തരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിബറൽ ഹ്യൂമനിസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഒരു വെസ്റ്റേൺ യൂറോക് സെൻട്രിക് ആയിട്ട് മാറി. ലിബറൽ ഹ്യൂമനിസ്റ്റ് വാല്യൂ സിസ്റ്റം വാസ് എസെൻഷ്യലി ടേൺ ഇൻ ടു വെസ്റ്റേൺ യൂറോ സെൻട്രിക്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 10 ടെൻഡൻസ് ആണ്. ആ ഒരു 10 ടെൻഡൻസും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ആ ഒരു 10 ടെൻഡൻസ് എന്താണ്? Peter Barry, in his famous book Beginning Theory, lists 10 tenets of liberal humanism. അപ്പോൾ പീറ്റർ ബാരിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഒരു ബിഗിനിങ് തിയറി എന്ന് പറയുന്നത്. ഈ ഒരു ബിഗിനിങ് തിയറി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു അല്ലേ? ആ ഒരു ബിഗിനിങ് തിയറിയിൽ ഇദ്ദേഹം ഒരു 10 ടെൻഡൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 10 ടെൻഡൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഒന്ന് എഴുതി എടുക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് സ്ക്രീനിൽ ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ കാണുള്ളൂ, എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. Okay, first one, liberal humanism says that good literature is timeless. Such good literature works will transcend the limitations and peculiarities of age it was written in, and it will be significant in any place and culture. Such writing is not for an age but for all the time. ഇവിടെ പറയുന്നത് എ ഗുഡ് ലിറ്ററേച്ചർ ഈസ് ടൈംലെസ്. അതായത് നല്ലൊരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ടൈംലെസ് ആണ്, ഒരു സമയപരിധി ഇല്ല. അതുപോലെ അത് തലമുറകളെ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു കോഡ്സ് കാണാൻ പറ്റും. നോട്ട് ഫോർ ആൻ ഏജ് ബട്ട് ഫോർ ഓൾ ദ ടൈംസ്. ഇത് ജോൺസൺ ഷേക്സ്പിയറിനെ പറ്റിയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കിത് സ്ക്രീനിൽ കാണാൻ പറ്റില്ല, നിങ്ങൾ ടെക്സ്റ്റ് തുറന്നു വെക്കുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. അതായത് നമ്മുടെ ഷേക്സ്പിയർ എഴുതിയൊരു വർക്കാണ് ഹാംലെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ഒരുപാട് കാലം മുന്നേ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വർക്ക് ഇന്നും ഫേമസ് ആണ്. അതായത് ഓരോ തലമുറ ഓരോരോ ബുക്സും ഓരോരോ വർക്ക്സും പ്ലേസ് ഒക്കെ വന്നിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു വർക്ക്, ഒരു ഹാംലെറ്റ് എന്ന് പറഞ്ഞ വർക്ക് അത്രയും ടോപ്പായിട്ട് ഇന്നും നമ്മൾ വായിക്കുന്നൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ഒരു നല്ല ലിറ്ററേച്ചർ ടൈംലെസ് ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഫോർ ആൻ ഏജ് ബട്ട് ഫോർ ഓൾ ദ ടൈം. ആരെ പറഞ്ഞ? ബെൻ ജോൺസൺ. ആരെ കുറിച്ചിട്ടാ? ഷേക്സ്പിയറിനെ കുറിച്ചിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലൈൻ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ലിബറൽ ഹ്യൂമാനിസം സേസ് ദാറ്റ് ലിറ്റററി ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ഇറ്റ്സ് ഓൺ മീനിങ് വിത്തിൻ ഇറ്റ് സെൽഫ്. ഇറ്റ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് വിത്തിൻ ദ സോഷ്യോ പൊളിറ്റിക്കൽ, ലിറ്റററി, ഹിസ്റ്റോറിക്കൽ ഓർ ഓട്ടോബയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കും. അതായത് രണ്ടാമത്തെ ടെനറ്റിൽ പറയുന്നത്, രണ്ടാമത്തെ ടെനറ്റ് ഏതാ? ഈ ഒരു ഇപ്പോൾ വായിച്ച സാധനം. അതിൽ പറയുന്നത് ലിറ്റററി ഹ്യൂമാനിസം പറയാണ് ലിറ്റററി ടെക്സ്റ്റ് കണ്ടെയ്ൻ ഇറ്റ്സ് ഓൺ മീനിങ്. ഒരു വർക്കിലെ അതിന് അതിൻ്റെതായ ഒരു മീനിങ് ഇൻക്ലൂഡഡ് ആണ്. ഒരു ലിറ്റററി വർക്കിലെ ആ ഒരു വർക്കിന് അതിൻ്റെതായ മീനിങ്ങും അതിൻ്റെതായ ആശയങ്ങളും ഉണ്ടാവില്ലേ? അപ്പൊ അത് ഇൻക്ലൂഡഡ് ആണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ അതിൽ ഭയങ്കര രാഷ്ട്രീയമായിട്ടോ സാഹിത്യമായിട്ടോ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. ഒരു ടെക്സ്റ്റിന്റെ ഉള്ളിൽ അതിൻ്റെതായ ഒരു മീനിങ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ രാഷ്ട്രീയമായിട്ട് സാധനങ്ങളൊന്നും അതിലില്ല. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടെനറ്റിൽ പറയുന്നത്. ടെക്സ്റ്റ് തുറന്നു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. കാരണം ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടെനറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടില്ല. ടെക്സ്റ്റ് ഒപ്പം തുറന്നു വെക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ബോറടിക്കും. ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ലിബറൽ ഹ്യൂമാനിസം പറഞ്ഞ ഒരു ടെക്സ്റ്റിൽ, ഒരു ലിറ്ററൽ ബുക്കിൽ എന്താണോ അതിന്റെ കണ്ടന്റ് അത് തന്നെയാണ് അതിന്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. അതല്ലാതെ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കണ്ടന്റോ തിയറിയോ ഒന്നും അതിൽ വരുന്നില്ല. ഇത്രയാണ് ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ, രണ്ടാമത്തെ ടെൻഡന്റിൽ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം.
In order to understand the text, it should be studied in isolation. The text should be understood by the causal verbal analyze, the purpose of criticism itself to seize the object as it is realities. അതായത് നമുക്കൊരു ടെക്സ്റ്റ് നമുക്കത് വായിക്കണമെങ്കിൽ അതിലത്തെ കണ്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതൊരു ഐസൊലേഷനിൽ ഇരുന്ന് വായിക്കണം എങ്കിലേ നമുക്ക് ആ ഒരു കണ്ടന്റ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ദ ടെക്സ്റ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ ക്ലോസ് വെർബൽ അനലൈസിക്. ആ ഒരു ടെക്സ്റ്റ് അത്രയും ക്ലോസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മാത്രമേ ആ ഒരു ഇത് കിട്ടുള്ളൂ. ലിബറൽ ഹ്യൂമാനിസം സേസ് ദാറ്റ് വെൻ വി അനലൈസ് എ ലിറ്റററി ടെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി കൺസേൺ ഇൻ ദ ഐസൊലേഷൻ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടെൻഡന്റിൽ പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ നോക്കിയാലോ. ലിബറൽ ഹ്യൂമാനിസം ബിലീവ്സ് ദാറ്റ് നേച്ചർ ഈസ് അൺചേഞ്ചിങ്. ദ ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻസ് ആർ സീൻ അഗെയിൻ ത്രൂ ഔട്ട് ദ ഹ്യൂമൻ ഹിസ്റ്ററി. ഹ്യൂമൻ ബിലീവ്സ് ദാറ്റ് ഇസ് അൺചേഞ്ചിങ്. ഹ്യൂമൻ നേച്ചർ ഈസ് അൺചേഞ്ചിങ്. അതായത് എന്താ, മനുഷ്യപ്രകൃതം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്. ഗുഡ് ലിറ്ററേച്ചർ റിഫ്ലക്റ്റഡ്, അതായത് ഒരു നല്ല ലിറ്ററേച്ചർ വർക്ക് അത് ആ ഒരു മനുഷ്യന്റെ ആ ഒരു റിലേഷൻ ആ ഒരു നേച്ചർ റിഫ്ലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഫിഫ്ത്ത് ടെനറ്റ് നോക്കാം. ലിബറൽ ഹ്യൂമാനിസം ബിലീവ്സ് ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് സംതിങ് സെക്യൂർലി വിത്തിൻ ആസ് ഇൻ അവർ യുണീക് എസൻസ്. ഇതിൽ പറയുന്നത് സമൂഹത്തിന്റെ സമ്മർദ്ദം മൂലം ഒരു വ്യക്തി ഒരിക്കലും മാറുന്നില്ല എന്നാണ് പറയുന്നത്. ഹ്യൂമൻ നേച്ചർ ഈസ് അൺചേഞ്ചിങ്. നത്തിങ് ക്യാൻ ചേഞ്ച് അവർ ഇൻഡിവിജ്വലി ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദ ഫോഴ്സസ് ഓഫ് സൊസൈറ്റി. നാലാമത്തെ ടെനറ്റിൽ പറഞ്ഞിരുന്നത് എന്താ, ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഇവിടെ പറയുന്നതാണ് അതേ സാധനം തന്നെ. ഒരു സോഷ്യലിന്റെ ആ ഒരു ഫോഴ്സ് കൊണ്ടോ സോഷ്യൽ സമ്മർദ്ദം മൂലം കൊണ്ടൊന്നും ഒരു മനുഷ്യന്റെ ആ ഒരു നേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഫിഫ്ത്തിലും പറയുന്നത്.